മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ വീടിന് നേരെ ആക്രമണം. തിരുവനന്തപുരം കൊച്ചുള്ളൂരിലെ വസതിക്ക് നേരെയാണ് ആക്രമണം നടന്നത്. സംഭവത്തിൽ കണ്ണൂർ പയ്യന്നൂർ സ്വദേശി മനോജിനെ മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ടിൻഡുണ്ട് വിവരങ്ങളുമായി. ടിൻറ്റുദാസ്, എന്താണ് ഈ മനോജിന്റെ ഒരു പശ്ചാത്തലം? ഏത് സാഹചര്യത്തിലാണ് ഈ ആക്രമണം? ഈ വി മുരളീധരന്റെ വീട് തേടിച്ചെന്ന് ആക്രമിക്കാനുള്ള കാരണം എന്താണ്? എപ്പോഴാണ് ഈ സംഭവം നടന്നത്? കറക്റ്റ്, എപ്പോഴാണ് ഇത് സംഭവിച്ചത്? പ്രദീപിള്ള, ഇന്ന് വെളുപ്പിന്, അതായത് ഇന്ന് വെളുപ്പിന് പുലർച്ചെയോടെയാണ് ഇത്തരത്തിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ വീട്ടു നേരെ ആക്രമണം ഉണ്ടായത്. കണ്ണൂർ സ്വദേശി മനോജാണ് വീടിന്റെ വീട്ടിലെ ജനലിലെ ചില്ലുകൾ എറിഞ്ഞു പൊട്ടിക്കുകയും നിരവധി തവണ വീട്ടിലേക്ക് കല്ലെറിയുകയും ചെയ്തത്. തുടർന്ന് സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാളെ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ വീടിന് നേരെ ഇത്തരത്തിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. തുടരെ ഈ ആക്രമണം നടത്തിയതിനു ശേഷം പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ ചോദ്യം ചെയ്യുന്ന സമയത്ത് അയാൾ വ്യക്തമായിട്ട് മറുപടിയൊന്നും പറയാറില്ല. ഇന്ന് പുലർച്ചെ സമാനമായ രീതിയിൽ ഇതുപോലെ തന്നെയാണ് വീടിന് നേരെ കല്ലെറിയുകയും വീടിൻ്റെ ജനലിൻ്റെ ചില്ലുകൾ എറിഞ്ഞു പൊട്ടിക്കുകയും ചെയ്തിരുന്നു. 2-3 തവണ കല്ലെറിഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ എറിഞ്ഞ 3 കല്ലുകളും ഇവിടെ തന്നെ അവശേഷിക്കുന്നുണ്ട്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാളെ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാൾ ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ സംഭവമുണ്ടായി അയാൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ പോയിരുന്നു. ഇതിനുശേഷമാണ് വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നത്. കണ്ണൂർ സ്വദേശിയാണെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മനോജ് എന്നാണ് പേര്. അതോടൊപ്പം തന്നെ ഇയാൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ കാട്ടുന്നത്, അല്ലെങ്കിൽ തുടരെ അദ്ദേഹത്തിന്റെ വീട്ടിന് നേരെ അതിക്രമങ്ങൾ കാണിക്കുന്നത് എന്നൊരു കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ഇയാളിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഇയാൾ ഈ ആക്രമണങ്ങൾക്ക് ശേഷം പോലീസിന് വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കുന്നില്ല. പോലീസ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് മാനസിക രോഗി അല്ലെങ്കിൽ മാനസികമായിട്ട് പ്രശ്നമുള്ള ആളാണെന്നാണ് പോലീസ് നൽകുന്ന വിവരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളെ റിമാൻഡിൽ വിടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയത്തിന് അദ്ദേഹം വീട്ടിനകത്തുണ്ട്. അല്പസമയത്തിനകം നമ്മളോട് പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ പുലർച്ചയോടെ കൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ തന്നെ മനോജ് ഇദ്ദേഹത്തിന്റെ വീട്ടിന് നേരെ കല്ലെറിഞ്ഞിരുന്നു, ആക്രമണങ്ങൾ നടത്തിയിരുന്നു.